ഹായ് ഹലോ മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. ഇന്നിതാ ഞാൻ നല്ലൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പം വാള മീൻ അല്ലെങ്കിൽ പാമ്പാട ഇങ്ങനെയൊക്കെ പറയത്തില്ലേ, അപ്പോൾ ആ മീൻ കൊണ്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിടുക്കാച്ചി ഒരു മീൻ കറിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മുളക് പൊടി ഒരു 4 ടീസ്പൂണ് മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാട്ടോ, വലിയ എരിയൊന്നുമില്ല. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ തീയിൽ വെച്ച് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ തീ കൂട്ടി വെച്ച് കരിഞ്ഞു പോകരുത്. അപ്പോൾ മുളകിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണം എല്ലാം ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ഇപ്പം നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് തേങ്ങ ഒന്ന് മൂത്തൊന്നും പോകണ്ട. നമുക്ക് ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടണം, അത്രേ വേണ്ടൂ. ഇനി അതിലേക്ക് നമുക്ക് 2 തണ്ട് കറി ലീഫും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തേങ്ങ മൂത്ത് നമ്മൾ തീയലിന് അങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ അതിന് ശേഷം ഒരു 4-5 അല്ലി ചുവന്നുള്ളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇതാക്കിയതിന് ശേഷം ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചിട്ട് വരാം. ഇപ്പോൾ ഞാനിതാ ഒരു മൺചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. മീൻ കറി വെക്കുമ്പോൾ നമ്മൾ മൺചട്ടിയിലൊക്കെ വെക്കുന്ന ഏറ്റവും നല്ലത്. ഏത് കറിയും അങ്ങനെ കേട്ടോ, മൺചട്ടി ആകുമ്പോൾ നമുക്ക് ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ കഴിവിൻ്റെ പരമാവധിയൊക്കെ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ നോക്കാം. പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് നോൺ സ്റ്റിക്കും വേണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചതിന് ശേഷം ഉലുവ ഇട്ട് കൊടുത്തു, കടുകിട്ട് കൊടുത്തു. അതിലേക്ക് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഒരു 7-8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു പീസ് ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് ചട്ടി ചൂടായി എണ്ണയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം തീ ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് കരിഞ്ഞ് നിറം മാറിപ്പോവും, ചുമന്ന് വരും. കരിഞ്ഞു പോയാൽ പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ മാറിപ്പോവും. അപ്പോൾ അതിലേക്ക് ഞാൻ 4-5 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നല്ല രുചിയാണ് കേട്ടോ ഈ മീൻ കറി ഇങ്ങനെ വയ്ക്കുമ്പോൾ. അപ്പോൾ ഇത് ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇന്ന് കിട്ടിയ മീൻ ഇതായതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നെന്നുള്ളതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 2 തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ട്, പഴുത്ത തക്കാളി. അതും കൂടെ ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 കഷ്ണം തോട്ടുപുളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നമുക്കിതിലേക്കൊന്ന് പിച്ചി ഇട്ട് കൊടുക്കാം. വെള്ളത്തോടു കൂടി കഴുകിയാണ് ഞാൻ ഇട്ട് വെച്ചേക്കുന്നത്. അതും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ജാറൊക്കെ കഴുകി നിങ്ങൾക്ക് എത്രയാണോ കറി ലൂസായിട്ട് വേണ്ടെന്ന് അറിയാമല്ലോ, അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ മീൻകറി ഒന്നും ഒരുപാട് ഇങ്ങനെ ലൂസായിട്ട് വെച്ചാൽ കൊള്ളത്തില്ല കേട്ടോ. ഇച്ചിരിയൊക്കെ ഒന്ന് കുറുകി തന്നെ ഇരിക്കണം മീൻകറി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ, ഞാൻ വാളമീൻ, അത് പാമ്പാട എന്നൊക്കെ പറയും ഇവിടെ. അപ്പോൾ അത് എടുത്തേക്കുന്ന തിരുവനന്തപുരത്തൊക്കെ വാളമീൻ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടപ്പ് വെച്ച് അടച്ച് വയ്ക്കാം.
അപ്പോൾ അതാ നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ചട്ടിയൊക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അടി പിടിക്കുക, ഈ മീൻ പെട്ടെന്ന് അടി പിടിക്കുക. അപ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് തീയൊക്കെ ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇതാക്കാൻ. അല്ലെങ്കിൽ ഈ മീനിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, പെട്ടെന്ന് അടി പിടിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിൽ ഞാൻ ഇച്ചിരി കറി ലീഫൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഈ സമയം ഒന്ന് നോക്കുക. വീണ്ടും നമുക്ക് അടച്ച് വെച്ച് നല്ലപോലെ കറി ഒന്ന് തിളച്ച് നല്ലപോലെ ഒന്ന് കുറുകി വരണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ആയിട്ടോ, കപ്പയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി രുചിയിലുള്ള മീൻ കറി. ഇനി ഇത് ഞാൻ വാങ്ങി വയ്ക്കുവാണ്. ഇപ്പോൾ നമ്മൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ, മൺചട്ടിയല്ല, ഒത്തിരി നേരം ഇതിലൊന്നും ഇങ്ങനെ തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ സൂപ്പർ ടേസ്റ്റിലുള്ള നല്ല അടിപൊളി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബായ്.